ഹായ്, നമുക്കിന്ന് നല്ല നാടൻ മീൻകറി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനൊരു ചെറിയ തക്കാളിപ്പഴം, ഒരു 5-6 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു അരമുറി സവാള, ഒരു 5 ചുവന്നുള്ളി, കുറച്ച് കറിവേപ്പില ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഞാനൊന്ന് ചെറുതായിട്ട് അരിഞ്ഞു വെക്കുന്നു. തക്കാളിപ്പഴം ഒഴിച്ച് ബാക്കി ഇത്രയും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തങ്ങ് വെച്ചേക്കാം. ഒരുമിച്ച് തന്നെ വെക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുത്ത തേങ്ങ ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ച് വെക്കുന്നു. ഇനി ഒരു കൊച്ചു ബൗൾ കൂടി ഞാൻ എടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പൊടികളിടാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, ഇനി ഒരു 3 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ എടുക്കുന്നത്. 3 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി എടുക്കുന്നു. മല്ലിപ്പൊടിയും മുളക് പൊടിയും എടുക്കുന്നത് നിരപ്പാക്കിയിട്ടല്ല എടുക്കുന്നത്. സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ അല്പം നിറച്ചിട്ടാണ് എടുക്കുന്നത്. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കുടംപുളിയാണ് എടുത്തിട്ടുള്ളത്, കുതിർത്ത കുടംപുളി. ഒരു ചട്ടി വെച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. എണ്ണ ചൂടാകുമ്പോൾ ചട്ടിയിലേക്ക് കടുകിട്ട് വറുത്ത ശേഷം ബാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിപ്പഴം ഒഴിച്ച് ബാക്കി ഇത്രയും സാധനങ്ങൾ ഒരുമിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പ് തേങ്ങയിലിട്ട് അരച്ചിരുന്നു. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇപ്പോൾ ചേർത്ത് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ തക്കാളിപ്പഴം ചേർത്ത് കൊടുക്കണം. തക്കാളിപ്പഴം ചേർത്ത് നന്നായിട്ട് ഒരു 3-4 മിനിറ്റെങ്കിലും വഴറ്റിയെടുക്കണം. എന്നിട്ട് നമുക്ക് നന്നായി വഴണ്ട് കഴിയുമ്പോൾ പൊടികൾ ഇത്രയും കൂടി ഒരുമിച്ചങ്ങ് ചേർത്ത് കൊടുക്കണം. ഒരു 10 സെക്കൻഡ് ഇളക്കി പച്ചച്ചവയൊന്ന് മാറുമ്പോൾ തേങ്ങ അരച്ച് വെച്ചിരുന്നത് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി തേങ്ങയുടെ ഒരു പച്ചച്ചുവ മാറുന്നത് വരെ ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഒരു 2 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. 2 കപ്പിന് ഒരു 500 ml 1/2 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുത്ത് തിളപ്പിച്ച് എടുക്കണം. പുളി കൂടി എടുത്ത് വെച്ചിട്ട് പുളി കൂടി അതിലേക്ക് ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ച് എടുക്കണം. തിളച്ച് കഴിഞ്ഞ ശേഷം മാത്രം നമ്മൾ മീൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ. 1/2 കിലോ കേരച്ചൂരയാണ് എടുത്തിട്ടുള്ളത്. തിളച്ച് കഴിയുമ്പോൾ നമ്മൾ മീൻ അതിലേക്ക് എല്ലാം ഇട്ട് കൊടുത്ത് ഇനി നന്നായിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ഫ്ലെയിം കൂട്ടിയിട്ട് തിളപ്പിച്ച് എടുക്കണം ആദ്യം. അത് കഴിഞ്ഞ് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം ഏറ്റവും കുറച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് നന്നായിട്ട് വേവിക്കും. 20 മിനിറ്റ് കഴിയുമ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ച് തന്നെ കുറച്ച് തുറന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ മുഴുവനായും തുറന്ന് വെച്ചിട്ടോ ഒരു 5 മിനിറ്റ് കൂടി വേവിച്ച് നന്നായിട്ട് വറ്റിച്ച് എടുക്കണം. ചൂര മാത്രമല്ല എല്ലാ മീനും ഈ ഒരു രീതിയിൽ കറി വയ്ക്കാൻ പറ്റുന്നതാണ്. ഞാൻ എടുത്തിരിക്കുന്ന മുളക് പൊടി 1 കിലോ സാധാരണ മുളക്, 1/2 കിലോ കാശ്മീരി ചില്ലി, 1/2 കിലോ പിരിയൻ മുളക് എന്ന റേഷ്യോയിലാണ്.